കായിക ലോകം കാത്തിരുന്ന ആവേശ പോരാട്ടത്തിന് ഒടുവിൽ തിരിതെളിഞ്ഞു. 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ വർണ്ണാഭമായ തുടക്കം. ബ്രിട്ടനിലെ ചാൾസ് മൂന്നാമൻ രാജാവും കാമില രാജ്ഞിയും ചേർന്നാണ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. 74 കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നായി 3000-ഓളം അത്ലറ്റുകളാണ് ഇത്തവണത്തെ ഗെയിംസിൽ മാറ്റുരയ്ക്കുന്നത്. 5 മലയാളികൾ ഉൾപ്പെടെ 126 അംഗ ശക്തമായ കായിക സംഘമാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചിറങ്ങുന്നത്. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്ലിന ബോർഗോഹെയ്ൻ എന്നിവരാണ് ഇന്ത്യൻ ടീമിന്റെ പ്രധാന ആകർഷണം. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ മെഡലുകൾ സ്വന്തമാക്കി ചരിത്രം തിരുത്തുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇന്ത്യൻ കായിക സംഘത്തിനുള്ളത്. അതേസമയം ഉദ്ഘാടന ചടങ്ങിന് മുന്നേ കളത്തിലിറങ്ങാതെ തന്നെ ഇന്ത്യയുടെ ആദ്യ മെഡൽ ഉറപ്പിച്ചിരിക്കുകയാണ് വനിതാ ബോക്സർ ലവ്ലിന ബോർഗോഹെയ്ൻ. ബോക്സിംഗിൽ വനിതകളുടെ 75 കിലോഗ്രാം മിഡിൽ വെയ്റ്റ് വിഭാഗത്തിൽ സെമിയിലേക്ക് നേരിട്ട് ബൈ ലഭിച്ചതോടെയാണ് ലവ്ലിന മെഡൽ ഉറപ്പിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിലെ നിയമമനുസരിച്ച് സെമി ഫൈനലിൽ പരാജയപ്പെട്ടാലും വെങ്കല മെഡൽ ലഭിക്കും. ഈ മാസം 31-ന് നടക്കുന്ന സെമി ഫൈനലിൽ ടുവാലുവിന്റെ ടാഫയ്ക്കാണ് ലവ്ലിനയുടെ എതിരാളി. പ്രധാന മത്സരങ്ങളിൽ കോമൺവെൽത്ത് ഗെയിംസിൽ മാത്രമാണ് ലവ്ലിനയ്ക്ക് മെഡൽ ഇല്ലാതിരുന്നത്. എന്നാൽ ആ നിരാശ ഇത്തവണ റിംഗിൽ കയറുന്നതിന് മുന്നേ തന്നെ മാറ്റാൻ ലവ്ലിനയ്ക്കായി. ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ആസാം സ്വദേശിയായ ലവ്ലിന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും ഏഷ്യൻ ഗെയിംസിലും മെഡൽ നേടിയിട്ടുണ്ട്.